നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ വളരെ അവകാശവാദങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ചുറ്റും കണ്ടതും ശിഷ്യന്മാർ കണ്ടതുമായ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം ആളുകൾക്കത് മനസ്സിലാകണം. അവർക്ക് സ്ഥിര പരിചയമുള്ള കാര്യങ്ങളെ കർത്താവ് ആത്മീകവൽക്കരിക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇവിടെ ഒരു മുന്തിരിത്തോട്ടം കണ്ടിട്ടുകൂടെ ആകാം യേശു പറഞ്ഞത്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അതിലെ എല്ലാ കൊമ്പുകളും അല്ലെങ്കിൽ എല്ലാ മുന്തിരിയും കായ്ക്കണമെന്ന് നിർബന്ധമില്ല. ചിലതൊക്കെ കായ്ക്കുകയില്ല. ആ കായ്ക്കാത്തത് ആ പന്തലിൽ വെച്ച് വെട്ടിക്കളയും. പക്ഷെ അതിൻ്റെ ഇല ആ പന്തലിലൊക്കെ ചുറ്റി പടർന്നിരിക്കുന്നത് കൊണ്ട് ആ കട്ട് ചെയ്ത് കളഞ്ഞത് ഉടനെ പുറത്തേക്ക് എടുക്കാനായി സാധിക്കുകയില്ല. ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ, ആ ഇലയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ ഒരുപക്ഷെ ഊരിയെടുക്കാം, തീർച്ചയായിട്ടും എടുക്കും. പക്ഷേ ആളുകൾക്ക് തോന്നും, അത് പച്ചയായിരിക്കുന്ന സമയത്ത് തോന്നും ഇത് കായ്ക്കുമായിരിക്കും. പക്ഷെ കായ്ക്കുകയില്ല. കാരണം ആ മുന്തിരിയുടെ തായ്തടിയുമായിട്ട് അതിന് ബന്ധമില്ല, മുറിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ആകുന്ന ആ മുന്തിരി തായ്തടിയോട് ബന്ധമുള്ള ആളുകൾ മാത്രമേ ആ മുന്തിരിയുടെ പന്തലിൽ കായ്ക്കുകയുള്ളൂ. ഞാൻ വാതിലാണെന്ന് പറഞ്ഞ യേശു ഉദ്ദേശിച്ചത് എന്നിലൂടെ കടക്കണം. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ആൾ എന്നെ അനുഗമിക്കണം. ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ യേശു ഉദ്ദേശിച്ചത് നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കണം, എന്നിട്ട് എന്നെ അനുഗമിക്കണം. ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു അർത്ഥമാക്കിയത്, നിങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ എന്നെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്. അതുപോലെ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്നെ ഹൃദയത്തിലാക്കണം. പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ നിങ്ങൾ ഞാൻ വസിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ നയിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉള്ളിലാക്കണം. എൻ്റെ മരണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. എൻ്റെ മാംസം എൻ്റെ ശരീരത്തിൽ ഞാൻ അടിയേൽക്കുന്നതും ചോര ചിന്തുന്നതുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രായശ്ചിത്തമാണ്, പ്രതിപകരമാണ് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് യേശു ഉദ്ദേശിച്ചത്. ഇവിടെ യേശു പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമായിരിക്കണം. എൻ്റെ പിതാവ് തീർച്ചയായിട്ടും അതിനുവേണ്ട വളവും വെള്ളവും തരും. പിതാവ് തോട്ടക്കാരനാണ്. പക്ഷേ ഞാനുമായി ബന്ധമുണ്ടായിരിക്കണം. ഒരു തായ്തടിയിൽ നിന്ന് കായ്ക്കാത്ത ആ കൊമ്പിനെ മുറിച്ചു കഴിഞ്ഞാൽ
പുറമേ നിൽക്കുന്ന ഒരാൾക്ക് അത് കൈത്തടിയുമായി ബന്ധമില്ലാത്തതാണ്, മുറിഞ്ഞതാണ് എന്ന് അറിയാൻ സാധിക്കുകയില്ല. കായ്ക്കും എന്ന ആളുകൾ വിചാരിക്കും. കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ മുന്തിരിയുടെ തായ്തടിയുമായിട്ട് സജീവ ബന്ധം ഉള്ളവർക്ക് മാത്രമേ കായ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ. മാനസാന്തരത്തിൻ്റെ ഫലമില്ലാത്ത, അങ്ങനെയുള്ള യോഹന്നാൻ പറഞ്ഞത്, മാനസാന്തര യോഗ്യമായ ഫലം കായ്പ്പി. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ചൊരുക്കിയ രക്ഷാമാർഗത്തിൽ ആശ്രയം അർപ്പിക്കുന്ന ആ ദൈവവുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ ഒരാത്മീക ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള അല്ലെങ്കിൽ മനുഷ്യന് പ്രസാദമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യർ 5:22 വായിക്കുമ്പോൾ അവിടെ 9 കാര്യങ്ങൾ കാണാൻ കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്ത, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം. ഇതിൽ 6 കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. സ്നേഹം, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ദീർഘക്ഷമ, ഇങ്ങനെയുള്ള 6 കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഫലമുള്ളവരായി നമ്മൾ തീരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധിക്കണമെങ്കിൽ നല്ല മുന്തിരിവള്ളിയായ പിതാവ് നട്ട, ഈ ലോകത്തിൽ നട്ട, മനുഷ്യനായി ഭൂമിയിൽ അയച്ച ആ പുത്രനോട് സജീവമായി ബന്ധപ്പെടണം. എങ്കിൽ മാത്രമേ ഫലമുണ്ടാകാൻ കഴിയൂ. ഇവിടെ യേശു രണ്ടാമത് പറയുന്നത് കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കാൻ ചെത്തുമെന്നാണ്. കായ്ക്കാത്തതിന് വെട്ടിക്കളയുന്നു, എന്നാൽ കായ്ക്കുന്നതിന് ബ്രൂണിങ്, അതായത് അതിൻ്റെ ശിഖരത്തിൻ്റെ അഗ്രഭാഗത്ത് അത് മുറിക്കും. അപ്പോൾ അത് വളം ചെല്ലുമ്പോൾ, വെള്ളം ചെല്ലുമ്പോൾ, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ് കിട്ടുമ്പോൾ ആർത്തു വരികയും അവിടെ എല്ലാം കായ്കളുണ്ടാകുകയും ചെയ്യും. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ദൈവത്തിനായിട്ടും മനുഷ്യനായിട്ടും ഫലം കായ്ക്കേണ്ടതിന് ചില മുറിവുകൾ ഉണ്ടാകും. പൗലൂസ് പറഞ്ഞു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്താൻ ദൈവം എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ശോധനയിലൂടെ, കഷ്ടങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെയൊക്കെ നടത്തുന്നത് നമ്മൾ കൂടുതൽ കർത്താവിനെ ആശ്രയിക്കാനും ഫലമുള്ളവരായി തീരാനുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെ യേശുവുമായിട്ട് സജീവമായൊരു ബന്ധം, യേശുവാണ് ഏകരക്ഷിതാവ്, പിതാവ് അയച്ച ഏകരക്ഷിതാവ് യേശുവാണ്, അതിനായിട്ടാണ് യേശു നരകം അനുഭവിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി യേശുവിനെ കൈക്കൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ. എങ്കിൽ നിങ്ങൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായിട്ട് തീരും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ചെറിയ ചെത്തലുകളൊക്കെ ഉണ്ടാകും, അതും കൂടുതൽ ഫലം കായ്ക്കുവാനാണ് എന്ന് മാത്രം മനസ്സിലാക്കി പെറുപെറുക്കാതെ സൗമ്യതയോടുകൂടെ ഒരാത്മീയ ജീവിതം തുടരുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.